വന്യമൃഗപേടിയിൽ വിറങ്ങലിച്ച് പത്തനാപുരം ഗ്രാമവാസികൾ. കഴിഞ്ഞ ദിവസം വളർത്തുനായയെ പിടികൂടാനെത്തിയ പുലി അടുക്കളയിൽ കയറിയത് കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മായാത്ത ഭീതിയിലാണ് പ്രദേശത്തെ ഒരു വീട്ടമ്മ. പുലിയെ പിടികൂടാനായി വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പത്തനാപുരം പൂമരുതിക്കുഴിയിൽ സതീഷിൻ്റെ വീട്ടിലാണ് പുലി എത്തിയത്. സംഭവ സമയം സതീഷിൻ്റെ ഭാര്യയും 4 വയസ്സുകാരനായ മകനും വീട്ടിലുണ്ടായിരുന്നു. പുലിയെ കണ്ട് അടുത്ത മുറിയിൽ കയറി വാതിലടച്ചതിനാൽ ജീവൻ തിരികെ കിട്ടിയതായി രേഷ്മയും ബന്ധുക്കളും പറയുന്നു. അലാറം വെച്ചിട്ട് 3 മണിക്ക് എഴുന്നേറ്റ് പകല് ഇവിടൊക്കെ ഇറങ്ങിയെന്നും വെളിയിലൊക്കെ പട്ടിയൊക്കെ കുറയ്ക്കുന്നതായിട്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയെന്ന് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. എടുത്തിട്ട് ഞാനിങ്ങ് കയറി അകത്തോട്ട് വന്നു. ഈ കഥവ് തുറന്നില്ല, അടുക്കള വശത്തോടെ വന്നത്. സംഭവമറിഞ്ഞ് വനം വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ കോന്നി RRTയുടെ നേതൃത്വത്തിൽ പുലിയെ പിടികൂടാൻ കെണിക്കൂട് സ്ഥാപിച്ചു. ഈ ധൈര്യം എന്ന് പറഞ്ഞത് ഈ അപ്പുറത്ത് ഈ കഴിഞ്ഞ 25-ാം തീയതി അവിടെ കയറി പുലി കയറി ആടിനെ പിടിച്ച് അന്ന് മുതൽ ഈ പെണ്ണ് ആദ്യം കെട്ടി നിൽക്കുക. അന്ന് രാവിലെ ഇന്നലെ ഇവിടെ വരുന്ന സമയത്തും ഇട്ട് രാവിലെ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയെന്നറിയാം. ഈ കുഞ്ഞോടെ ചോദിച്ചോണേ എന്ന് ഇതെല്ലാം ഉള്ളിലിരിക്കുന്നത് പറഞ്ഞതില്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലാണ് എരുത്തലി ആടിനെ പിടിച്ചോണ്ട് പോയത്. കെട്ടിയിട്ട ആടായിരുന്നു. അതിനെ കടിച്ചു കൊന്ന് ഒരു പരുവാക്കി കിട്ടും. രാവിലെ ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ശല്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു നടപടി ചെയ്തില്ല. ഈ താൽക്കാലികമായിട്ട് വന്ന ഒരു പ്രശ്നം നടക്കുമ്പോൾ ഓടി വന്നിട്ട് ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്ന വന്നു. അവർ അന്നത്തെ അന്ന് വൈകിട്ടത്തോടുകൂടി അവർ പൊടിക്കുഞ്ഞല്ലാതെ ഒരു ഓടിച്ചാടി നടക്കുന്ന ഒരു കുഞ്ഞും അവിടെ വേറെ ആളോട് ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ഇതല്ല. ഈ അവസ്ഥ മാറും. അവിടെ എന്തെങ്കിലുമൊക്കെ വിഷയം നടന്നേനെ അത് നമുക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ നമുക്കൊരിക്കലും പറ്റത്തില്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് വീടുള്ളവരാണ്. ആ വീടുള്ളവരുന്ന് 10,000-2000 രൂപ കൊടുത്ത് അവരും 1000-1500 രൂപ വാടക കൊടുത്ത് ഞങ്ങൾ 2000 രൂപ വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീട്. കാരണം ആനയെ പായുന്നിട്ടാണ് ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് ഇവിടെ വന്നപ്പം നമുക്ക് ഒരിക്കലും ആനയാണെങ്കിൽ നമുക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അതുങ്ങൾ വന്ന് എന്തെങ്കിലും തീറ്റിയെടുത്ത് നമ്മൾ പോലും അറിയാതെ പോകും. രാവിലെ നോക്കുമ്പോഴാണ് ആന ചവിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മൾ രാത്രി വന്നു എന്ന് അറിയിക്കുന്നത്. പക്ഷേ ഇതല്ല. ഇന്ന് വീട്ടിൽ കയറേണ്ട, അതായത് രാത്രി സമയങ്ങളാണല്ലോ ഓക്കെ പോട്ടെ, രാത്രി വന്നു എന്തെങ്കിലും വന്നു. ഇത് പകൽ 3 മണിക്ക് 3:30 വന്ന് ചാടി കയറി പെരക്കകത്ത് കയറുക എന്ന് പറയുമ്പോൾ എന്താണ് എന്താണ് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നത്? ഒരുപക്ഷെ ആ കഥവിന് സാക്ഷ്യമില്ലായിരുന്നെങ്കിൽ കഥവിന് സാക്ഷ്യമില്ലെന്നല്ല, ആ കഥവ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ മറ്റേ ഒരു റൂമിനും അവിടെ കഥവില്ല. അത് കഥവും ഉപയോഗമല്ല. അത് പെണ്ണ് പറയുന്നത് അറിയാം. ഞങ്ങളോട് താമസം വന്ന ശേഷം ഇന്ന് വരെ കഥ അറിഞ്ഞിട്ടില്ല. ജനവാസ മേഖലയിൽ ആന, പുലി, കാട്ടുപോത്ത്, കുരങ്ങ് ഉൾപ്പെടെ വന്യമൃഗശല്യത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.